സാവൂൾ വന്നു സാമുവേലിൻ്റെ അടുക്കൽ നിന്ന്. എന്നിട്ട് അവിടെ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവനൊരു പുതിയ ഹൃദയം നൽകി. പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവനൊരു പുതിയ ഹൃദയം നൽകിയെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളുടെയും ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്തൊക്കെ വരുമ്പം ദൈവം അവരെ പറഞ്ഞയക്കുന്നത് ഒരനുഗ്രഹം തന്നായിരിക്കും. ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിക്ക് ഒരു സ്ഥലത്തിന് പ്രത്യേകതകളുണ്ട്. ആ വ്യക്തിയുടെ പ്രാർത്ഥന, ആ സ്ഥലത്ത് നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന, അതൊരു പുതിയ അനുഗ്രഹത്തെ കൊണ്ടുവരും. നിങ്ങളിപ്പോൾ ഈ വചനം കേൾക്കുന്നത് എവിടെ ഇരുന്നുമാകട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സിൽ ആ പ്രാർത്ഥനയോടെയാണ് ഈ വചനം പ്രസംഗിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കും, ദൈവം അതെന്താ അങ്ങനെ? ചിലപ്പോൾ നമ്മൾ പറയില്ല, എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ മകൾ ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ സാഹചര്യങ്ങൾക്കൊരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ എത്ര നാളായി ഇങ്ങനെ സഹിക്കുന്നു, എത്ര നാളുകളായി ഞാനിങ്ങനെ ബുദ്ധിമുട്ടുന്നു. ആ വിഷയത്തിലെല്ലാം പറ, ഒരു പുതിയ ഹൃദയം എന്ന പോലെ ഒരു പുതിയ മാറ്റം അവിടെ കൊണ്ടുവരണമേ, ഒരു പുതിയ സൗഖ്യം അവിടെ ഉണ്ടാകണമേ, പുതിയൊരു വിടുതൽ അവിടെ കൊണ്ടുവരണമേ, പുതിയൊരു വഴി തുറന്നു തരണമേ, പുതിയൊരു മാർഗം കാണിച്ചു തരണമേ, പുതിയൊരു ജോലി എനിക്ക് തരണമേ, പുതിയൊരു ഇൻ്റർവ്യൂവിന് എനിക്ക് പോകാൻ പറ്റണമേ, എനിക്ക് ആ രാജ്യത്ത് എനിക്ക് ആ PR ശരിയാകണമേ. കാരണം ദൈവത്തോടുള്ള ബന്ധത്തിലാണ് പുതിയ അനുഗ്രഹമുണ്ടാകുന്നത്. ചില സ്ഥലത്ത് നമ്മൾ പോയി പ്രാർത്ഥിക്കണം, ചില വ്യക്തികളെ കണ്ട് തന്നെ പ്രാർത്ഥിക്കണം. അത് അനുഗ്രഹമാണ്. അടുത്ത വാക്യം നോക്കൂ. സാമുവേൽ പറഞ്ഞതെല്ലാം. അപ്പോൾ സാമുവേൽ എന്തൊക്കെയോ പറഞ്ഞു. സാമുവേൽ പ്രാർത്ഥനയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. സാമുവേൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ. പ്രാർത്ഥനയിൽ ദൈവം പറയുന്നത് അന്ന് തന്നെ സംഭവിക്കും. വിശ്വാസത്തോടെ പറയുന്നത് അന്ന് തന്നെ സംഭവിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് അന്ന് തന്നെ ഉത്തരം കിട്ടും. അന്ന് തന്നെ അത് സംഭവിച്ചു എന്ന്. അന്ന് തന്നെ വചനം കേൾക്കുന്ന ഇന്ന് തന്നെ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. വചനം കേൾക്കുന്ന ഇന്ന് തന്നെ ഇവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണം. വചനം കേൾക്കുന്ന ഇന്ന് തന്നെ എൻ്റെ ജീവിതത്തിനകത്തൊരു മാറ്റം ഉണ്ടാകണമേ. വചനം കേൾക്കുന്ന ഇന്ന് തന്നെ എൻ്റെ കുടുംബത്തിനകത്തൊരു അനുഗ്രഹത്തെ അങ്ങ് അയക്കണമേ. വചനം കേൾക്കുന്ന ഇന്ന് തന്നെ ഈ രോഗം സൗഖ്യമാകണമേ. വചനം കേൾക്കുന്ന ഇന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തൊരു വലിയ വിടുതൽ സംഭവിക്കണമേ, ഒരത്ഭുതം സംഭവിക്കണമേ. ഇന്ന് തന്നെ, അന്നു തന്നെ. ഈ വചനങ്ങൾ ശരിക്കും ചിന്തിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കാൻ എടുക്കുന്ന സമയത്തു തന്നെയാ ചില അനുഗ്രഹങ്ങളും എനിക്കുള്ള നന്മകളും ഉണ്ടായി വരുന്നത്. എൻ്റെ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഉണ്ടായി വരുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തും ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്ന സമയത്തുമാണ്. ഇന്ന് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തേ, സാവൂൾ സാമുവേലിൻ്റെ അടുക്കൽ വന്ന പോലെ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. ഒരുപാട് പേർ ചോദിക്കുന്നു, ഈ ആലയത്തിൽ എന്താ ഇത്ര അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ കാരണം? എങ്ങനെയാണ് ഇങ്ങനെ ദിവസവും വചനങ്ങൾ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ അനേകർ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട്. ഒറ്റ ഉത്തരവുള്ളൂ. പ്രസംഗിക്കാൻ അറിയാവുന്നവരുള്ളത് കൊണ്ടല്ല, പാടാൻ അറിയുന്നവരുള്ളത് കൊണ്ടല്ല, ശുശ്രൂഷ ചെയ്യാൻ അറിയുന്നവരുള്ളത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യം ഉള്ളതുകൊണ്ട്. ആ സാന്നിധ്യത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും അനുഗ്രഹമായി അത് മാറുന്നത്. എനിക്ക് ആ വാക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു പുതിയ ഹൃദയം നൽകി അന്ന് തന്നെ സാമുവേൽ പറഞ്ഞതൊക്കെ സംഭവിച്ചു എന്ന്. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഇന്നു തന്നെ ചില അത്ഭുതങ്ങൾ സംഭവിക്കണമേ.